നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയെ സമാധിയിരുത്തിയ സ്ഥലം പൊളിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നുണ്ടാകില്ല. ഇന്ന് രാവിലെയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് സബ് കളക്ടർക്ക് ലഭിച്ചത്. തുടർ നടപടികൾക്ക് തഹസീൽദാർക്ക് കൈമാറി. സിമന്റ് തറ പൊളിച്ചുള്ള പരിശോധന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് സബ് കളക്ടർ അറിയിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നെയ്യാറ്റിൻകരയിലാണ് സമാനതകളില്ലാത്ത ഒരു കേസ് പുറത്തു വരുന്നത്. സ്വന്തം അച്ഛനെ സമാധിയിരുത്തി കല്ലറ പണി തീർത്ത ഒരു കേസാണിത്. ഇത് കൊലപാതകമാണ് തുടങ്ങിയ വിവരങ്ങളും പുറത്തു വരുന്നു. ഒരു ബന്ധുവാണ് ഇക്കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം ഈ സമാധിയിൽ കാണപ്പെട്ട അല്ലെങ്കിൽ ഈ കല്ലറയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഗോപൻസ്വാമിയെ വളരെ ഗുരുതരമായ നിലയിൽ, അതായത് അസുഖബാധിതനായി ഇദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുള്ള ബന്ധുവിൻ്റെ മൊഴിയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്വന്തം പിതാവ് സമാധിയായി എന്നുള്ള രീതിയിൽ മകൻ തന്നെയാണ് പ്രചരണം നടത്തുകയും അത് പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയും എന്താണ് ഇതിന്റെ ദുരൂഹത എന്നുള്ളത് കണ്ടെത്താനായൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. സമാന്തരമായി തന്നെ ഈ ഒരു സമാധി മന്ദിരം കൊണ്ട് അന്വേഷണം നടത്താം എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണം. ഇതിനിടയിലാണ് ബന്ധു കൂടി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി രംഗത്തെത്തിയിട്ടുള്ളത്. പോലീസിനടക്കം നൽകിയിട്ടുള്ള മൊഴിയിൽ ഈ മരണപ്പെട്ട വ്യക്തി ദിവസങ്ങളായി കിടപ്പിലായിരുന്നു. കിടപ്പിലായ രോഗി എങ്ങനെയാണ് സമാധിയിലേക്ക് നടന്നുപോയി സമാധിയായത് എന്നതടക്കമുള്ള ദുരൂഹത സംശയങ്ങൾ പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് താൻ വീട്ടിലെത്തിയപ്പോൾ ഇയാൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് അടുത്ത ബന്ധു തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ മകൻ പറഞ്ഞിട്ടുള്ളത് 11 കൂടി ഇദ്ദേഹം നടന്നുപോയി അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ സമാധിയായി അല്ലെങ്കിൽ സമാധി ഇരുന്നു എന്നുള്ളതാണ്. പിന്നീട് സുഗന്ധദ്രവ്യങ്ങൾ അടക്കം നിക്ഷേപിച്ചുകൊണ്ട് ഒരു കല്ലറ മൂടുകയായിരുന്നു എന്നുള്ളതാണ് മകനും ചില കുടുംബാംഗങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിലെ ഈ മൊഴികളുടെ വൈരുദ്ധ്യമാണ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കല്ലറ തുറന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ സമാധി മന്ദിരം തുറന്നുകൊണ്ടൊരു പരിശോധനയിലേക്ക് കടക്കണം. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ മരണകാരണം എന്താണ് എന്നത് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആർഡിഒയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർഡിഒ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥലം പൊളിച്ചെടുക്കാനുള്ള പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകില്ല. പകരം തിങ്കളാഴ്ചയോട് കൂടിയായിരിക്കും ഇതിൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം സബ് കളക്ടർക്ക് ലഭിച്ചത് ഇന്ന് രാവിലെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്ക് ഇത് തഹസീൽദാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയാണ്, ഇന്ന് അവധി ദിവസമാണ്. സ്വാഭാവികമായും മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഈ സമാധി മന്ദിരം തുറന്ന പരിശോധന നടത്തുമെന്നുള്ളതാണ്. പരിശോധനയ്ക്ക് ശേഷം മൃതദേഹമാണെങ്കിൽ തന്നെ ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയായിരിക്കും ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടക്കുക. അങ്ങനെ ഒരു സ്ഥിരീകരണം വരികയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകളും മൊഴിയെടുക്കലും അടക്കമുള്ള കാര്യങ്ങൾ നെയ്യാറ്റിൻകര പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. നിലവിൽ എന്തായാലും അറസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴിയെടുക്കലോ നടപടികളോ ഒന്നും തന്നെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ നാളെ നടക്കുന്ന നിർണായകമായിട്ടുള്ള തുറന്ന പരിശോധന അത് നടന്നതിന് ശേഷം മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടൻ സ്വീകരിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്. വിനോദ്, നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയെ സമാധിയിരുത്തിയ സ്ഥലം പൊളിച്ചുള്ള പരിശോധന ഇന്നുണ്ടാകില്ല. ഇന്ന് രാവിലെയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് സബ് കളക്ടർക്ക് ലഭിച്ചത്. അത്തരത്തിലുള്ള പരിശോധന നാളെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ കേസിന്മേലുള്ള അന്വേഷണം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.